ഇപ്പൊ മല്ലികാമ്മേനെ കണ്ടിട്ട് നമ്മൾ എമ്പുരാൻ എമ്പുരാൻ എന്ന് പറഞ്ഞാൽ മലയാളികൾ മാത്രല്ലല്ലോ, എല്ലാ പ്രേക്ഷകരും ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മാർച്ച് 27. സത്യമാണ് മോളെ, എൻ്റെ ഫോൺ നിറച്ച് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ആരും ചോദിക്കുന്നില്ല. എമ്പുരാന്റെ കാര്യം മാത്രമേ ഉള്ളൂ. സത്യം ആണല്ലേ. ഞാൻ പറഞ്ഞു മോനോട്, എൻ്റെ ദൈവമേ. അതുകൊണ്ട് ഞാനും അതുപോലെ അങ്ങ് പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ പോലെ എന്തോ ചെയ്യാനാ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ രാജു. ഞാൻ എപ്പോഴും, ഞാൻ ഇതിനു മുമ്പുള്ള പല ഇൻ്റർവ്യൂവിൽ ഞാൻ രാജുവിന് അങ്ങനെ ഇതുണ്ട്. അവനൊരു പടം സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ അവൻ ഇൻവോൾവ് ചെയ്തൊരു കാര്യം വരുമ്പോൾ കണ്ടമാനം അതിലേക്ക് അങ്ങ് ഇറങ്ങി അങ്ങ് പോവും. അതിൽ നിന്ന് അവനെ പൊക്കിയെടുക്കാൻ ഇച്ചിരി പാടാ. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാറില്ല എപ്പോൾ വരുമെന്നോ അല്ലെങ്കിൽ എന്തേ ഇന്നലെ ഫോൺ ചെയ്തില്ല. കാരണം നമുക്കറിയാം അത്രയ്ക്ക് തിരക്കാണ് കിടക്കുന്നത്. രാത്രി 12 മണി 1 മണി, രാവിലെ 6 മണിക്ക് എഴുന്നേക്കും. അപ്പം നല്ല അധ്വാനമുണ്ട്. എമ്പുരാനെ കുറിച്ച് ലോകമെമ്പാടുമുള്ള ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും മലയാളികൾക്കും എല്ലാം പൊതുവെ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഈശ്വര, ഇത്രയോ പേര് നമുക്ക് വേണ്ടി അമ്മയുടെ മോൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ കണ്ടിട്ടില്ലാത്തവർ പോലും പറയുന്നു ഇത് ഓടും അമ്മ സമാധാനമായിട്ടിരുന്നാട്ടെ എന്നൊക്കെ പറയുന്നു. അവരുടെയൊക്കെ ഒരു നല്ല വാക്കിൻ്റെ ആ ഒരു ഫലം പടത്തിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സർവോപരി ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. പടം എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് വരുമെന്ന് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. മല്ലികാമ്മയ്ക്ക് അറിയോ, എല്ലാം അലാം ഒക്കെ വെച്ചിട്ടാണ് എല്ലാവരും ബുക്ക് ചെയ്തത് തിയേറ്ററിൽ. എനിക്ക് ടിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല. കാലത്തോട്ടേ കണ്ട് തുടങ്ങുന്നെന്ന് തോന്നല്ലേ അത് രാവിലെ. കാരണം അത്രയും എക്സൈറ്റഡ് ആണ് ആളുകൾ. എമ്പുരാനിൽ എന്തായാലും ഇപ്പൊ മല്ലികാമ്മ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. കാരണം നമ്മളുടെയൊക്കെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആരും അതിൽ അഭിനയിച്ചിട്ടുണ്ടായിട്ടല്ല നമ്മൾ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് കാണുന്നത്. നമ്മളുടെയും കൂടി ഒരു സിനിമയാണ്. നമ്മൾ മലയാളികൾ അത്രയും പ്രൗഡായിട്ട് കാണുന്ന ഒരു. സത്യമായിട്ട് എനിക്കും അക്കാര്യത്തിൽ എനിക്ക് എൻ്റെ മോനെ കുറിച്ച് വലിയ അഭിമാനമാണ്. കാരണം ഇത്രയധികം സംസാരമാകുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും മിസ്സിസ് മല്ലികാ സുകുമാരൻ ഇങ്ങനെയാണ്, മകൻ്റെ ഇതാണ്, മറ്റാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈശ്വര, ഇവരൊക്കെ ഇത് ശ്രദ്ധിച്ചല്ലോ. എൻ്റെ മോൻ ഇങ്ങനെ പടം എടുക്കുന്നതും ഇങ്ങനെയാണ്. അതിനകത്ത് ഉപയോഗിച്ച ക്യാമറയുടെ വരെ ഞാൻ മോനെ അയച്ചു കൊടുക്കും. എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. എല്ലാം അത് ഇതാണ്, ഇങ്ങനെയാണ്, മറ്റേ ക്യാമറയല്ല, ഈ ക്യാമറയാണ്, അതിങ്ങനെ. അപ്പം ഇതൊക്കെ അറിയാവുന്നവരും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ക്യാമറയാണ് എന്ത് ലെൻസാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പണ്ടുകൊണ്ട് അഭിനയിക്കുന്നതൊക്കെ അറിയാമെന്നൊക്കെ, ക്ലോസപ്പ് ആണെങ്കിലും ഇന്ന ലെൻസ്, അത്രയ്ക്കേ നമുക്കൊക്കെ ഒരു ചെറിയ വിവരമുള്ളൂ. ഇതങ്ങനല്ല. അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ സൈഡ് മുഴുവനും സുജിത് വാസുദേവും പൃഥ്വിരാജും കൂടെ ഓരോ ഷോട്ട് എടുത്തത് എങ്ങനെയാണ്, എന്താണ്, അതുവരെ ശ്രദ്ധിക്കുന്ന ഒരു ഓഡിയൻസിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെല്ലാം ആരോപണങ്ങൾ വന്നാലും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ ഇതിൻ്റെ പ്രോസസ്സ് മുഴുവനും അവർ വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന വലിയ അത് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ അദ്ദേഹം എങ്ങനെ അഭിനയിക്കുന്നൊന്നും ആർക്കും സംശയമില്ലല്ലോ. അതിനെക്കുറിച്ചൊരു തർക്കമേ ഇല്ല. ഇത്രയും വലിയൊരു പടം അഭിനയിച്ചിട്ട് ഇത്രയും ലോകത്തൊരു വലിയ ചർച്ചയായ സിനിമയുടെ ഒരു പ്രധാന നടനെന്നുള്ള രീതിയിൽ അത് പൃഥ്വിരാജ് തന്നെ ഡയറക്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴാണ് ആ കോമ്പിനേഷനാണ് അവർക്ക് ഭയങ്കര. അപ്പോൾ രാജുവിനോടും കുറച്ചൊരു അയാൾക്ക് കുറച്ച് വിവരമുണ്ട്, ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാം, പഠിച്ചിട്ടാണ് അതിൻ്റെ കൂടെ കിട്ടിയത് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്. അപ്പോൾ അരം പ്ലസ് അരം കിലരം എന്ന് പറഞ്ഞൊരു അരം പ്ലസ് ഒരു കുഞ്ഞരവും കൂടെ ആയപ്പോഴത്തേക്കും വലിയ സഹിക്കാൻ വയ്യാത്തത് ഇപ്പോഴത്തെ ഈ യുവതലമുറയുടെ കാര്യവും ജാതി മതത്തിൻ്റെ കാര്യം. എന്തോ ജാതി, ഈശ്വര, ഇതൊക്കെ നമ്മൾ ജനിച്ച് വീഴുമ്പോൾ നമ്മുടെ വീട്ടിൽ കാണുന്നതാണ് നമ്മുടെ ജാതി അല്ലേ. എന്നെ വല്ല അമ്പലത്തിൽ വേണം പറ്റുമെങ്കിൽ ഞാൻ കൃഷ്ണനെ വിളിക്കും, ഏതെങ്കിലും ഒരു പള്ളിയിലാണെങ്കിൽ ഞാൻ കർത്താവേന്ന് വിളിക്കും, ഏതെങ്കിലും ജുമാ നമസ്കാരം നടക്കുന്ന സമയത്ത് അവിടെ ആണെങ്കിൽ അല്ലാ എന്ന് വിളിച്ചു പോകും. ഇത്രയൊക്കെ ഉള്ളു ജാതി. നമ്മൾ വളർന്നു വരുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെ മാതാപിതാക്കൾ കാണിക്കുന്നത് കണ്ടിട്ട് നമുക്കൊരു ജാതി ഉണ്ടെന്നും അല്ലേ, മതം ഉണ്ടെന്നും ഒക്കെ നമ്മളങ്ങ് വിശ്വസിക്കുക. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ശ്രീകൃഷ്ണൻ ഓടക്കുഴലുമായിട്ട് നിൽക്കുന്നൊന്നും. ഇല്ല, ഉണ്ടോ? ഇല്ല. നിങ്ങൾക്കൊക്കെ അറിയാമോ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ രൂപം ഇങ്ങനെ തന്നെയാണ്, ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ കണ്ടതാ വഴി വെച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിലുള്ളത് അത് ആര് ഭരിച്ചാലും കർശനമായിട്ട് അവിടെ പാർട്ടിക്കാരെന്നോ റെക്കമെൻഡേഷൻ. ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, വേണ്ടാതിനം കാണിച്ചാൽ ഒരു വാർഡ് കൗൺസിലർ തൊട്ടുള്ളവരുടെ ഫോൺ അങ്ങ് വരിക പോലീസ് സ്റ്റേഷനിലോട്ട്. ഞാൻ ദയവ് ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അതിന് വഴങ്ങരുത്. അല്ല, ഇപ്പം ഞാനാണെങ്കിൽ പോലും അതെ, അതങ്ങനെയല്ല, പിന്നെ മല്ലികാ സുകുമാരൻ ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്നങ്ങ് പറയണം. പിന്നെ താങ്ങാനാവാത്ത പ്രഷർ വരുമ്പോൾ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പറയുക, അതിങ്ങനെയാണ് സാർ, ഇത് നാളെ പ്രശ്നമാവെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവരും ഉണ്ട് സർക്കാരിൽ. ഇല്ലാത്തതെല്ലാം ഈ MLA MP വരെയുള്ള ലെവലിലുള്ളവരാ. അതിൻ്റെ അപ്പുറത്തോട്ട് സാറേ ഇത് പ്രശ്നമാകും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സാറേ ഇത് പ്രശ്നമാണ്, ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അവർ പാവങ്ങൾ, അവർക്കിങ്ങനെ കൊടുക്കാനും ഉണ്ടാക്കി കൊടുക്കാനും അന്വേഷിക്കാനും
ഒന്നും കോൺട്രാക്ട് എടുത്താൽ എന്തെല്ലാം കേൾക്കണം ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ. ചേച്ചി ഇതൊന്നും ശരിയാവില്ല ചേച്ചി, ഇതൊക്കെ മറ്റേ ഇത് കെട്ടിടം പണിയുമ്പോൾ വേറെ കാശ, എല്ലാത്തിനും ജനം അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം അല്ലായിരിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ആ ധാരണ ജനങ്ങൾക്ക് മാറ്റണം. എന്തിനും ഇവിടെ കാശോ കൈക്കൂലിയോ ഉണ്ടെങ്കിലേ നടക്കുന്നു. അതിപ്പോൾ ഈ സർക്കാരെന്നല്ല, മറ്റേ സർക്കാരാണെങ്കിൽ ഇവർ പറയും, ഈ ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇവർ ഭരിക്കുമ്പോൾ അവർ പറയും. ഈ പറച്ചിലുമായിട്ട് ഞാനൊക്കെ 70 വയസ്സായി മോളെ, നീ എന്ന് മാറുമെന്തോ ഇതൊക്കെ ആർക്കറിയാം. ഇപ്പം നമ്മൾ തലമുറയുടെ കാര്യമായി, ഇപ്പൊ യുവതലമുറ, ഇപ്പൊ മല്ലികാമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ കൊച്ചുമോളെ റെസ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഗ്രാൻഡ് പേരൻസ് പറയുന്നത് ഭയങ്കര റെയറാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം എല്ലാരും പറയുന്നത്. പക്ഷെ മല്ലികാമ്മ പറഞ്ഞ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മല്ലികാമ്മനോട് ഒരു ബഹുമാനം കൂടെയുള്ളൂ. ഇപ്പൊ പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രാർത്ഥന ഇതില് ഒരു പാർട്ടാണ്. വലിയ സന്തോഷമായിരുന്നു. ആദ്യം വിളിച്ചു, 2 പാടണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവൾക്ക് കൊച്ചച്ഛൻ്റെ സിനിമയാണ് ഇത്, സിനിമയിൽ വരുമെന്നൊക്കെ അവളൊരു കൺവിൻസ്ഡ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു പ്രാർത്ഥന. അതുവരെ രാജുവിനെ അറിയാമല്ലോ, ഒരുമാതിരി ഫ്രെയിം പറയത്തേ ഉള്ളൂ, അകത്തെ കാര്യങ്ങളൊന്നും പറയത്തില്ല. ഇങ്ങനെ എന്തായാലും അത് വലിയ സന്തോഷം. ഞാൻ പറഞ്ഞത് എന്തറിയോ, ഇപ്പോൾ ഇന്നലെ ഞാൻ എവിടെയോ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാനത് പറയുകയും ചെയ്തു. ഇപ്പം ശരിയാണ്, ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ സാരി എടുത്തുകൊണ്ട് ഒരു ജോലി ചെയ്യണമെങ്കിൽ ഞാൻ നൈറ്റി എടുത്തിടും. അതുപോലെ ഞാൻ സുഖേട്ടനും പിള്ളേരുമായിട്ട് ചുമ്മാ ഇത് മതി, കാറിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ, തൽക്കാലം ഇത് മതി എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന വേഷത്തിൽ നമ്മൾ പോകും. അതൊക്കെ നമ്മുടെ സ്വന്തം കുടുംബത്തിലോ സ്വന്തമായ ആവശ്യങ്ങൾക്കോ നമ്മൾ തീരുമാനിക്കുന്നതാണ്. അത് നമ്മുടെ ഭർത്താവിനോ മക്കൾക്കോ ഒന്നും, ഭാര്യ, അച്ഛനും അമ്മയ്ക്കും ആർക്കും എതിരില്ല. പക്ഷേ നമ്മളൊരു ഒരു പൊതുസ്ഥലത്ത് വലിയൊരു ആൾക്കാർ കൂടുന്ന കല്യാണം, അല്ലെങ്കിൽ ഒരു സമ്മേളനം, അല്ലെങ്കിൽ ഒരു വലിയ മീറ്റിങ്, ഈ സംഘടനാ തലത്തിൽ തന്നെ ആയിക്കോട്ടെ, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പലതരത്തിലുള്ള ആൾക്കാരാണ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ഇതിൽ അവർ നോക്കുന്ന ഓരോ ആംഗിളിലായിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും, അയ്യോ ഇതാരാ, ഇല്ല കൊച്ചല്ലേ ഇത്, അയ്യോ ഇങ്ങനത്തെ വേഷമൊന്നും അത് ഇടാറില്ലായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ, അതിന് മുമ്പ് നമ്മൾ കാണുന്നിടം വരെ മര്യാദയ്ക്ക് വേഷം ഇട്ടുകൊണ്ട് നടന്ന പിള്ളേരൊക്കെ ഇപ്പം ഈ വേഷരീതി മാറിയപ്പോൾ, അതും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ തുണി വേണ്ടെന്നാണോ എന്ന് ചോദിക്കുന്ന മഹാന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് ചെയ്യരുതെന്നല്ല, അത് ചെയ്യാൻ സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം. ഇപ്പം ഞാൻ പറയാം, ഗോവയിൽ ബീച്ചിൽ പോയി കുളിക്കാനിറങ്ങുക ആർക്കും പറ്റത്തില്ല, സാരി ഉടുത്തോട്ട് കുളിക്കാൻ അല്ലേ, അല്ലെ പോട്ടെ വലിയൊരു ചെയ്ത്. അപ്പം നമ്മൾ സ്വിമ്മിങ്ങിൻ്റെ പ്രത്യേക ഡ്രസ്സ്, അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ പോകുമ്പോൾ എന്തോ ചെയ്യും, ആര് ചോദിക്കാനാ. അതിന് പകരം ഒരുപാട് ജനം കൂടുന്ന ഒരു സ്ഥലത്ത് വരുമ്പം ആ മാന്യത എന്താണ്, അതാണ് സദസ്സറിഞ്ഞ് പെരുമാറുക എന്ന് ഞാൻ പലപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം. സദസ്സറിഞ്ഞ് വേഷം ചെയ്യുക.